പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ പലതരത്തിലുള്ള നിറങ്ങളും ഒക്കെ ആക്കി മാറ്റി എന്നെയും നിങ്ങളെയും വ്യത്യസ്തനാക്കി നിർത്തുന്നത് ഇതേ പ്രോട്ടീനാണ്. കണ്ടീഷണലി എസെൻഷ്യലി എന്ന് പറയുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുള്ളൂ. കാരണം ആ സമയത്ത് ശരീരത്തിന് അവ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് അസുഖം വരുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്ട്രെസ് വളരെ കൂടുന്ന സമയത്തൊക്കെയാണ്, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന സമയത്തൊക്കെയാണ്. ഇത് രണ്ടും പെർട്ടിക്കുലർലി ഹേർട്ട് ഹെൽത്തിന്, നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ എഫക്റ്റീവാണ്. ഇത്രയൊക്കെ ഫാറ്റ് നല്ലതാണെങ്കിലും ഹിഡൻ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ ശരീരം ജീൻ എക്സ്പ്രഷന് വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ക്യാൻസറുകളും ഇന്നുണ്ടാവില്ല. പൊതുവെ കോമൺ ആയിട്ട് പറയുന്നത് ഹിഡൻ ഹങ്കർ എന്നാണ്. ഈ വൈറ്റമിൻസും മിനറൽസും കുറയുമ്പോൾ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നും. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ വയറ് പിന്നെയും എംപ്റ്റി ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. 2025 കൂടിയിട്ട് ഇന്ത്യയിൽ ട്രാൻസ് ഫാറ്റിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തണം എന്നാണ്. എന്നാൽ പോലും ഈ ട്രാൻസ് ഫാറ്റ് മറ്റാരും അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലെ വേയിൽ ചേർത്തില്ലെങ്കിലും നമ്മുടെ ഹൈഡ്രോജനേഷൻ പ്രോസസ്സ് ഈവൻ നമ്മുടെ കുക്കിങ്ങിൽ നടക്കണ്ടാവും. കാലം തെറ്റി പെയ്യുന്ന മഴ പോലെയാണ് കാലം തെറ്റി നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന രോഗങ്ങളുടെ എണ്ണം, അല്ലെ? ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നാണ് നമുക്ക് ശരീരത്തിന് വേണ്ടതൊക്കെ കിട്ടുന്നതെങ്കിൽ അപ്പൊ ആ ഭക്ഷണം നന്നാക്കി കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട കുറെ നല്ല കാര്യങ്ങൾ കിട്ടും. അത് വളരെ ലോജിക്കായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നുകിൽ നമുക്ക് വേണ്ട ന്യൂട്രീഷൻ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് ശരീരത്തിന് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ വേണ്ടാത്ത എന്തൊക്കെയോ ശരീരത്തിന് കിട്ടുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. അതിന് നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ അതൊക്കെ ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ പിന്നെ വേണ്ടത് അവയർനെസ് ആണ്. യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണ് അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ്. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം വളരെ ഇഷ്ടമാണ്, അല്ലെ? നമ്മൾ അതിനു വേണ്ടിയിട്ട് പല സാധനങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വരും, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ തന്നെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിൽ എഗെയിൻ പല രീതിയിലുള്ള കുക്കിംഗ് അല്ലെങ്കിൽ ഈവൻ അതിൽ പലതരത്തിലുള്ള മസാലകളും ഒക്കെ ചേർത്തിട്ട് അതിനെ കുറച്ചുകൂടി രുചിയുള്ളതാക്കി മാറ്റുമ്പോൾ നമുക്കൊക്കെ ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടതാവും. ഇതിൽ രുചി കുറവ് തോന്നുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോ ഒക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുമുണ്ട്. അതിനനുസരിച്ച് ഈവൻ അതൊരു പക്ഷേ സമയക്കുറവ് കൊണ്ടും കൂടിയാവാം. അങ്ങനെയാണെങ്കിലും നമ്മൾ ആ ടേസ്റ്റ് എങ്ങനെയും കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. നമ്മുടെ വായിക്ക് വേണ്ടത് എന്തായാലും നമുക്ക് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് വളർത്തുന്ന ഒത്തിരി മൈക്രോബുകളുണ്ട് നമ്മുടെ കുടലിനകത്ത്. ഈ മൈക്രോബുകളെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കൾ അത്രമാത്രം കൂടുതലുണ്ട്. 100 ട്രില്യൺ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെക്കാൾ കൂടുതൽ അണുക്കളാണുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ശരിക്കും വെയിറ്റ്, ആകെത്തുക അവരുടെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 കിലോയ്ക്ക് മുകളിൽ വരും. ഇത്രയും നമ്മുടെ ശരീരത്തിലുള്ള ജീനുകളുടെ എണ്ണം വളരെ കുറവാണ്. ഏതാണ്ട് 25,000 ആണെങ്കിൽ ഇതേ മൈക്രോബുകളുടെ അവരുടെ ശരീരത്തിലുള്ള ജീനുകളുടെ എണ്ണം ഏതാണ്ട് 4 ലക്ഷത്തോളം വരും. അത്രയും തരത്തിലുള്ള സ്പീഷീസുകളുണ്ട്. മീൻസ് നമുക്ക് ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മാത്രമല്ല വേണ്ടത്, നമ്മുടെ ബാക്ടീരിയയ്ക്ക് കൂടി വേണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടെ നമ്മൾ കഴിക്കാൻ തുടങ്ങും. അതിൽ തന്നെ നല്ല ബാക്ടീരിയയും മോശം ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഈ മോശം ബാക്ടീരിയക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ടീരിയയുടെ ഒരു ബാലൻസ്, നല്ലതും ചീത്തയും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നമുക്ക് സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൊതുവെ നമുക്ക് തരുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ കലോറി അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ടാണ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നമുക്ക് 4 കലോറി തരുന്ന സമയത്ത് ഫാറ്റ് നമുക്ക് തരുന്ന 9 കലോറിയാണ്. ഈ 9 കലോറിയും അല്ലെങ്കിൽ 4 കലോറിയും ഒക്കെ കൂടിയിട്ട് നമ്മൾ കഴിച്ച ഭക്ഷണം കെമിക്കൽ എനർജി ആക്കി മാറ്റി അത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP മുഖേനയാണ് നടക്കുന്നത്, സെല്ലുലാർ ലെവലിലൊക്കെ നടക്കുന്നതാണ്. സോ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ശരീരത്തിന് ആവശ്യമുള്ള ഊർജം ഉപയോഗിക്കുകയും വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതൊരു പക്ഷേ വെള്ളം, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് കൂടാതെ മറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റും ഒക്കെ നമ്മൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യും. ഇതിന്റെ ഒന്നിച്ച് ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു അഡീഷണൽ ഐറ്റമാണ് ചൂട്. മീൻസ് പചനം അല്ലെങ്കിൽ ദഹനം കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തും ചൂടുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വേണ്ട രീതിയിൽ തണുക്കേണ്ടതും ആവശ്യമാണ്. പല ഫുഡുകളും തണുപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്, പല ഫുഡുകളും കൂടുതൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ട്. അപ്പൊ ഇതിനനുസരിച്ചൊക്കെ ശരീരം ആകെ ഒന്ന് ബാലൻസ് ചെയ്ത് പോവുകയാണ്. ഇതിനിടയിലാണ് നമ്മളൊരു പക്ഷേ
പുറത്തു നിന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെ ഭക്ഷണം കഴിച്ച സമയത്തേക്ക് നമ്മുടെ ശരീരത്തിന് അത് യോജിക്കാതെ വന്നത്, അല്ലെ? മനസ്സിന് പിടിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മൾ അതിനെപ്പറ്റി വളരെ കൂടുതൽ ബോധവാനാവുക അടുത്ത ദിവസം രാവിലെ ആയിരിക്കും. എനിവേ, ഭക്ഷണം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട 6 ന്യൂട്രീഷനാണ്. പോഷകങ്ങളുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 6 പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ്, ഇത് 3 മാക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എനർജി ഫുഡ് കൂടിയാണ്. വൈറ്റമിൻസും മിനറൽസും മൈക്രോ ന്യൂട്രിയൻസ് ചെറിയ അളവിൽ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒരു ബാലൻസ് ഒക്കെ പോകുന്നത് അഗൈൻ നമ്മൾ കഴിക്കുന്ന അതേ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ് ന്യൂട്രീഷൻ ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ബാലൻസ് മീൽ ആവണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? എന്തുകൊണ്ട് ശാസ്ത്രീയമായിട്ട് ഇതിൽ പറയാൻ കാരണം, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ എന്താ ഈജിപ്ഷ്യൻ കാറ്റിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, ആ പൂച്ചയുടെയോ പട്ടിയുടെയോ ഭക്ഷണം പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയുള്ളതാണ്. വളരെ മീൻസ് ആ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വായിച്ചു നോക്കണം നമ്മൾ ആ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പാക്കറ്റിന്റെ. ഈവൻ ഫിഷ് മീൽ പോലും അതിനകത്ത് ന്യൂട്രീഷണൽ കണ്ടന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും ഇങ്ങനെ ഒരു പാക്ക് ഫുഡ് അല്ല. ഈവൻ പാക്ക് ഫുഡ് ആണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ന്യൂട്രീഷണൽ ലാബിലൊന്നും വായിക്കാറില്ല ഇൻഗ്രീഡിയൻസ്, അല്ലെ? എന്നാലും ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് ഏകദേശം 30% ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്, പച്ചക്കറികൾ തന്നെ. അതും പ്രത്യേകിച്ച് ഇലക്കറികളാണെങ്കിൽ വളരെ നല്ലത്. 25% നമുക്ക് ആവശ്യമുള്ളത് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. 20% വരുന്നത് സീരിയൽസ് അല്ലെങ്കിൽ ഗ്രെയിൻസ് രീതിയിലുള്ള ഗോതമ്പ്, അരി, ഇതുപോലെയൊക്കെയാണ്. 13% പഴങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 7% പൾസസ്, എഗ്, ഫിഷ്, മീറ്റ് ഇതിലൊക്കെ പെടുന്ന, അത് പ്രോട്ടീൻ ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം ആവാനും വേണ്ടിയിട്ട് ഇത് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. വേണമെങ്കിൽ പൾസസ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് എഗ്, ഫിഷ്, മീറ്റ് ഒക്കെ ആക്കി മാറ്റുകയും ചെയ്യും. 2% നട്ട്സ്, കാഷ്യൂ, ബദാം അതുപോലെയുള്ള നട്ട്സും സീഡ്സും പലതരത്തിലുള്ള വിത്തുകൾ, ഈവൻ കടുക് പോലും നമുക്ക് അതിൽ പെടുത്താം. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കൂടിയിട്ട് വേണം. 2% ഫാറ്റും എണ്ണകളുമാണ്. ഇവിടെയാണ് നമുക്കൊരു പക്ഷേ നേരെ തിരിച്ചിടാൻ പറ്റുന്നത്, അല്ലേ? പലപ്പോഴും പല പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഈ ഒരു ഫുഡ് പിരമിഡ് നമ്മൾ നേരെ തിരിച്ചിട്ടിട്ടാണ് സംസാരിക്കാറ്. എന്നാൽ ഇന്നിപ്പോ അത് വേണ്ടെന്ന് വെച്ചു. അതിന് പകരം ജസ്റ്റ് ഒന്ന് അവെയർ ആവുക. കാരണം ഈ 2% മാത്രം ആവശ്യമുള്ള കൊഴുപ്പുകളാണോ നമ്മൾ 2% കഴിക്കുന്നത്? അതൊന്ന് ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് അവസാനം ആകുമ്പോഴേക്കും നമുക്ക് ഒരു പക്ഷേ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ആർ യു ഈറ്റിംഗ് സോഫാസ്? ഈ സോഫാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോളിഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ എന്നാ പറയാം. ആഡഡ് ഷുഗർ നമ്മൾ എത്രമാത്രം കൂടുതൽ കഴിക്കുന്നുണ്ട്, അതുപോലെ സോളിഡ് ഫാറ്റ് എത്രമാത്രം നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ശരീരത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതായിട്ടാണ് ഇപ്പോഴും നമുക്ക് അറിയാവുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഹിഡൻ ഷുഗർ ആണ്. എന്താണ് ഹിഡൻ ഷുഗർ? ഞാൻ നേരത്തെ സംസാരിച്ചു, നമ്മൾ പഞ്ചസാരയായിട്ട് തന്നെ ഒരുപക്ഷെ ചായയിലും അല്ലെങ്കിൽ പായസത്തിലും ഒക്കെ ഇട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, ഇത് കൂടാതെ മറ്റ് പല സാധനങ്ങളിലും അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്ന ഈ ആഡഡ് ഷുഗർ ഒരുപക്ഷെ നമുക്ക് അറിയുന്ന പോലും ഉണ്ടാവില്ല ഇതിൽ ഇത്രമാത്രം ഷുഗർ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ മാത്രം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഇൻക്ലൂഡിങ് നമ്മളൊരു പക്ഷേ പനീർ ബട്ടർ മസാലയോ അല്ലെങ്കിൽ ഈവൻ ബട്ടർ ചിക്കനോ ഒക്കെ വാങ്ങുന്ന സമയത്ത് പോലും ഇതിനകത്ത് എത്ര ഷുഗർ ചേർത്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മൾ അറിയാതെ കഴിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു 18 കിലോ ആണ് സാധാരണഗതിയിൽ ഒരു വർഷം നമ്മൾ കഴിക്കുന്നതെങ്കിൽ, അടുത്ത കാലത്തായിട്ട് ഒരു വർഷത്തിൽ നമ്മൾ കഴിക്കുന്ന ടോട്ടൽ ഷുഗറിന്റെ അളവ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 54 കിലോ ആണ്. ഇത് 54 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഷുഗറിന്റെ ഇരട്ടിയാണ് നമ്മൾ ഹിഡൻ ഷുഗർ ആയിട്ട് കഴിക്കുന്നത് അർത്ഥം. അതൊരു പക്ഷെ കൊക്കക്കോള ആവാം, ചിപ്സ് ആവാം, ഈവൻ വട, ഉഴുന്ന വട പോലും ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ക്യാച്ച് വെക്കേണ്ടതില്ല. നമ്മൾ ആക്ച്വലി അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അറിയാതെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഏതാണ്ട് 1 കിലോ ആണ് ഷുഗർ കൺസംഷൻ എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഇതിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചില്ലെങ്കിൽ, ഒന്നും ഇതുപോലെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷുഗർ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കും. ഷുഗർ ശരീരത്തിൽ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ശരീരത്തിൽ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഈവൻ ഷുഗർ ഇല്ലാത്ത സമയത്തും ഇൻസുലിൻ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ശരീരത്തിൽ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള സാധ്യത കൂടുതലാണ്.
ഇത് വളരെ ദോഷം ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രം പലതരത്തിലുള്ള കണ്ടീഷൻസും ഇന്നിപ്പം വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മൾ ഷുഗറിനെ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗർ നമ്മുടെ ശരീരത്തിൽ, ഷുഗർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയി എന്നുള്ളത് മാത്രമേ അതിന്റെ ഒരു പ്രശ്നമുള്ളൂ. എന്നാൽ അതിനെ കോംപ്ലക്സ് ആക്കാൻ പറ്റുന്ന വല്ല മെത്തേഡുകളും ഉണ്ടെങ്കിൽ, അതല്ല കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ മെച്ചമായിരിക്കും. അതിൽ പെടുന്ന ഒന്നാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വളരെ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്, ഈവൻ അതിന്റെ ഡൈജഷൻ പ്രോസസ്സിന് സമയം എടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർച്ചിന്റെ ഒരു പ്രധാന പ്രത്യേകത, അല്ലെങ്കിൽ കോംപ്ലക്സ് ഷുഗറിന്റെ ഒരു പ്രധാന പ്രത്യേകത. ഷുഗർ എത്രത്തോളം കോംപ്ലക്സ് ആണോ അതിനനുസരിച്ച് ശരീരത്തിൽ ദഹനത്തിന് സമയം കിട്ടും. അതിലെ ഷുഗർ മോളിക്യൂൾ ബ്ലഡിലേക്ക് ചേരുന്നതിന് സമയം കൂടുതൽ എടുക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിനോ അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ ഓവർലോഡോ വരുന്നില്ല. ഓക്കെ, സോ സ്റ്റാർച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ഗുഡ് ബെനിഫിറ്റ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റന്റ് ഫോം ആക്കുക എന്നുള്ളതാണ്. പല സ്റ്റാർച്ചുകളും നമുക്കിപ്പോൾ റെസിസ്റ്റന്റ് രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അത് ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ ചോറായിക്കോട്ടെ, ഈവൻ ചില നട്ട്സ് വെറൈറ്റിയിലും ഒക്കെ ഉള്ള കാർബോഹൈഡ്രേറ്റ് നമുക്ക് സ്റ്റാർച്ച് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് മോഡലിലേക്ക് മാറ്റാൻ പറ്റും. ഇതിൽ എന്താണ് വ്യത്യാസം സ്റ്റാർച്ചും റെസിസ്റ്റന്റ് സ്റ്റാർച്ചും തമ്മിൽ? സ്റ്റാർച്ച് ശരിക്ക് ചെറുകുടലിൽ വെച്ച് ദഹിക്കുമ്പോൾ അതിന്റെ ഷുഗർ ബ്ലഡിലേക്ക് എത്തും. എന്നാൽ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ആവുന്ന സമയത്ത് അത് അവിടെ റെസിസ്റ്റ് ചെയ്യും. എന്തിന്? ദഹനത്തിന്. അപ്പൊ അതിലത്തെ ഷുഗർ മോളിക്യൂൾസ് ഡയറക്ട്ലി ശരീരത്തിലേക്ക് എത്തുന്നില്ല. പകരം അത് എങ്ങോട്ട് പോകുന്നു? ആ സ്റ്റാർച്ച് റെസിസ്റ്റന്റ് ഫോമിൽ തന്നെ വൻകുടലിലേക്ക് പോകും. അവിടെയുള്ള ബാക്ടീരിയ അത് ഫെർമെന്റ് ആയിട്ട് അവിടെയുള്ള ബാക്ടീരിയക്കുള്ള ഫുഡായിട്ട് അത് മാറുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഇൻക്ലൂഡിങ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, ഇവിടെയാണ് നമ്മുടെ ശരിക്കും പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ബ്യൂട്ടറേറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക SCFA ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബാക്ടീരിയയ്ക്ക് കഴിയുന്നുണ്ട്. ഇതൊക്കെ വളരെ കൂടുതലായിട്ട് നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിന്, അതുപോലെ തന്നെ കുടലിന്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നത് വളരെ കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോ ശരിക്കും ഈ ഫൈബർ എന്ന് പറയുന്നത് ടോട്ടലി അതിന് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ദഹിച്ചു പോകുന്നില്ല. നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു കണ്ടന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ യൂസബിൾ കലോറി അതിനകത്ത് ഒട്ടുമില്ല. എന്നാൽ ഇതേ ഫൈബർ തന്നെ ഫെർമെന്റ് ആയിട്ട് നമ്മുടെ ബാക്ടീരിയയ്ക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുള്ളത് കൊണ്ട് ഫൈബറിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വളരെ കൂടുതലായിട്ട് അത് നമ്മുടെ വൻകുടലിന്റെയും ചെറുകുടലിന്റെയും ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യും, ഇൻക്ലൂഡിങ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ. ആക്ച്വലി ഇതിന്റെ വളരെ കൂടുതൽ റിസർച്ചുകൾ നടന്നിട്ടുള്ള രണ്ട് പ്രധാന ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് ഗട്ട് ബാരിയർ ഫംഗ്ഷൻ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ മൈക്രോബയോമിന്റെ ബാലൻസ്. 85-15% സാധാരണഗതിയിൽ ഗുഡ് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയയുടെ ഒരു പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതുകൊണ്ട് തന്നെ നമ്മുടെ കോളൺ ഹെൽത്തിന് വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. സോ ഗട്ട് ഹെൽത്തിന് വളരെ എഫക്റ്റീവ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഫാറ്റ് ആണ്. ഞാൻ പറഞ്ഞു 2% മാത്രമേ ആവശ്യമുള്ളൂ. ഈ 2% ആവശ്യമുള്ളത് തന്നെ പല വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഫാറ്റും ഫാറ്റി ആസിഡ്സും ഏതൊക്കെ രീതിയിലാണ് വരുന്നത്? സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് കുഫ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിന്റെ വളരെ സ്പ്ലിറ്റ് വേർഷൻസ് ഉണ്ട്. എനിവേ, ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിലാണ് പ്രധാനപ്പെട്ട omega-6 omega-3 ഒക്കെ വരുന്നത്. omega-3 പ്രധാനപ്പെട്ട 3 എണ്ണം DHA, അതുപോലെ തന്നെ EPA, ALA, ഈ 3 പ്രധാനപ്പെട്ട ഫാറ്റി ആസിഡ്സ് ആണ് വരുന്നത്. ഇതിൽ തന്നെ ALA എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ പ്ലാൻ പ്രൊഡക്ട്സിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മറ്റു രണ്ടും EPAയും DHAയും വരുന്നത് നമ്മുടെ ആനിമൽ സോഴ്സിൽ നിന്നാണ്. ഇതിന് 3നും ഇതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. omega-3യും omega-6ഉം തമ്മിലുള്ള omega-3യിൽ ഓൺലി ALA മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്ലാന്റ് സോഴ്സ് എന്ന് വരുന്നതെങ്കിൽ omega-6 മാക്സിമം വരുന്നതും പ്ലാന്റ് സോഴ്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ മാക്സിമം പ്ലാന്റ് സോഴ്സ് എന്നുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു omega-6ന്റെ റേഷ്യോ കൂടുകയാണ് ചെയ്യുന്നത്. omega-6 omega-3യിലേക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും നമ്മുടെ ശരീരത്തിന് കഴിയില്ല. ഈവൻ ALA എന്ന് പറയുന്ന omega-3 കൺവേർട്ട് ചെയ്തിട്ട് omega-3യുടെ മറ്റു ഫോമായ EPAയും DHAയും ആക്കി മാറ്റാനും നമ്മുടെ ശരീരത്തിൽ എൻസൈം ലെവലിൽ കഴിവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. omega-6 to omega-3 റേഷ്യോ നോർമലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് 4:1 അല്ലെങ്കിൽ ഒരു
10:1 ഒക്കെയാണ്. 1:1 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നൊക്കെ ഒത്തിരി റിസർച്ചുകളിൽ പറയുന്നുണ്ട്. എനിവേ, ഇവിടെ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി കൊണ്ട് അടുക്കളയും അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഫുഡും ഒക്കെ കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ omega-6 to omega-3 റേഷ്യോ അത് 15 മുതൽ 15:1 അതല്ലെങ്കിൽ ഈവൻ അത് 50:1 ഒക്കെ എത്തിപ്പോകും. അങ്ങനെ ആകുമ്പോൾ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇൻഫ്ലമേഷൻ. ആവശ്യമില്ലാത്തത് കിട്ടുമ്പോൾ, ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിലോ, DHA EPA വേണ്ടത്ര അളവിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫംഗ്ഷനും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ വളരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്നാൽ പൊതുവെ omega-3 ആയിട്ടുള്ള റിസർച്ചുകളിൽ എല്ലാത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ ബേസ്ഡ് സ്റ്റഡിയാണ്. ഇതിലൊക്കെ നമ്മുടെ ബ്ലഡ് ലിപ്പിഡ് ലെവൽ 25 to 30% വരെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. അത് കൊളസ്ട്രോൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈവൻ ബാഡ് കൊളസ്ട്രോൾ റിമൂവലും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആണ് ഈ ഒരു പോസിബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് വരുന്നത് സൈറ്റോകൈൻ വഴിയാണ്. നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈറ്റോകൈൻസ് ആണ് ഒരു തരത്തിലുള്ള പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കാര്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീനുകളുടെ കൺട്രോൾ വഴി ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും പെർട്ടിക്കുലർലി ഹേർട്ട് ഹെൽത്തിന്, നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ എഫക്റ്റീവാണ്. ഇത്രയൊക്കെ ഫാറ്റ് നല്ലതാണെങ്കിലും ഹിഡൻ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന എണ്ണയുടെ അളവ് ഓക്കെ നമുക്കറിയാം. എന്നാൽ അറിയാതെ കഴിക്കുന്നതോ, ഇതെങ്ങനെ സംഭവിക്കും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചില സാധനങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് എണ്ണയുണ്ട് അല്ലെങ്കിൽ ഫാറ്റിന്റെ അളവ് കൂടുതലാണെന്ന്. ചില ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചില പ്രോഡക്റ്റുകൾ നമ്മൾ തൊട്ടാൽ അറിയില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് മേ ബി ഒരു 10 വർഷത്തിനിടയിൽ തന്നെ വ്യാപകമായിട്ട് വന്ന ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ ഒരു കായ ചിപ്സ് എടുത്തിട്ട് കത്തിക്കുക. ഈ കത്തിക്കുന്നതിന് മുമ്പേ ഇതിനകത്ത് എണ്ണയുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നേ ഇല്ല. കായ്ക്കൊന്നും അത്ര ആവണമെന്നില്ല. എന്നാൽ ഇത് കത്തിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 25 മുതൽ 50 തുള്ളി വരെയൊക്കെ എണ്ണ അതിനകത്ത് നിന്ന് ഉറ്റി വീഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കൊഴുപ്പാണ് ഇതെന്ന് മനസ്സിലാവുന്നില്ല. അൾട്രാ പ്രോസസ്ഡ് ഫുഡ് സാധാരണഗതിയിൽ പ്രോസസ്സിങ് വളരെ കൂടുതലായിട്ട് നടന്നിട്ട്, അത് പ്രോസസ്സിങ്ങിനെ പറ്റി ഇനി ഒരു സെഷൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. 4ഉം 5ഉം തരത്തിലുള്ള പ്രോസസ്സിംഗ് ആണ് പലതിലും നടക്കുന്നത് പല ഫുഡ് മെറ്റീരിയലിലും. സാധാരണ മുമ്പൊക്കെ അല്ലെങ്കിൽ ആദിമ മനുഷ്യൻ സാധാരണ പച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് എങ്ങനെയാണ് കഴിക്കുന്നത്? പ്രോസസ്സിങ്ങിന്റെ എത്രയോ ലെവലുകൾ കഴിഞ്ഞിട്ട് ഈവൻ അതിനകത്ത് പലതരത്തിലുള്ള ഇതിന്റെ ഒരു പ്രശ്നം, അൾട്രാ പ്രോസസ്സിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പല ന്യൂട്രീഷണൽ കണ്ടന്റും റിമൂവ് ചെയ്യുമ്പോഴാണ്, റിഫൈനിങ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് തുടങ്ങുന്നത്, അത് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇത് മാത്രമല്ലാതെ പലതരത്തിലുള്ള ആഡഡ് പ്രിസർവേറ്റീവ്സ്, കളേഴ്സ്, ഫ്ലേവേഴ്സ്, ടേസ്റ്റ്നേഴ്സ് ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റു പല സാധനങ്ങളും ചേർക്കുക കൂടി ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടത് പലതും കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, വേണ്ടാത്തത് പലതും വേണ്ടാത്തത്ര അളവിൽ അല്ലെങ്കിൽ പോയിസണസ് ടോക്സിൻസ് ആവുന്ന രീതിയിലേക്ക് നമ്മൾ അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഇമ്പാക്ട് എവിടെയാണ്? ഇന്നിപ്പോ ക്യാൻസറിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ഞാൻ വായിച്ചതില് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ജീൻ ഒരു മ്യൂട്ടേറ്റഡോ അല്ലെങ്കിൽ നോർമലായിട്ടോ ഉള്ള ഈവൻ ക്യാൻസറോ അതുപോലെയുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള സാധ്യതയുള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, ബട്ട് ഈ ഒരു ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുന്നത് മീൻസ് അതിന് ആ ജീനിന്റെ ലാംഗ്വേജ്, ജനറ്റിക് ലാംഗ്വേജ് ഒരുപക്ഷെ നമ്മുടെ ശരീരം പഠിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഈ ജീൻ എക്സ്പ്രഷൻസിനെ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുമ്പോഴാണ്. നമ്മുടെ ശരീരം ജീൻ എക്സ്പ്രഷന് വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ക്യാൻസറുകളും ഇന്നുണ്ടാവില്ല. എനിവേ, അതിലേക്കും ഡെപ്തിൽ പോകുന്നില്ല. മൈക്രോ ന്യൂട്രിയൻസ്, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള 2 പ്രധാന സാധനങ്ങളെ കണ്ടു, കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫാറ്റും. മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് വളരെ ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിലെ പല ഫങ്ഷൻസിനെയും വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. ഉദാഹരണത്തിന് മിനറൽസ് പലതും എടുത്തു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് കാൽസ്യം ഒക്കെ ആണെങ്കിൽ ബോൺ ഹെൽത്തിന് വളരെ കൂടുതൽ ആവശ്യമുണ്ട്. ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം, സോഡിയം, DNA സിന്തസിസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് റെഗുലേഷന് വേണ്ടിയിട്ട് മാഗ്നീഷ്യം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി മിനറൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. വൈറ്റമിൻസ് ആണെങ്കിൽ വിഷൻ ഹെൽത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ എ, അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഫംഗ്ഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി, സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ്, നെർവ് ഹെൽത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ B2, ഇങ്ങനെ തുടങ്ങിയിട്ട്
പലതരത്തിലുള്ള വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിന് ചെറിയ അളവിലാണെങ്കിലും ആവശ്യമുണ്ട്. എന്നാൽ ഇത് വേണ്ടത്ര അളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാവും. അതിലൊന്ന് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിന് ഒരിക്കലും വേണ്ടത്ര ന്യൂട്രീഷൻ അല്ലെങ്കിൽ വേണ്ടത്ര പോഷകങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ വളരെ കുറവ്, അല്ലെങ്കിൽ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുന്നത്. ഇതിൽ തന്നെ പലതരത്തിലുള്ള ഡെഫിഷ്യൻസീസ് വരാം. ഒന്ന്, ടോട്ടൽ കാലോറി ഡെഫിഷ്യൻസി. നമ്മുടെ ഊർജം, ശരീരത്തിന് നമ്മൾ എത്ര പണിയെടുക്കുന്നതോ അതിനനുസരിച്ചിട്ടുള്ള ഊർജം കിട്ടുന്നില്ല, ആ രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്നില്ല. രണ്ടാമത്തത്, പലതരത്തിലുള്ള പ്രോട്ടീനുകളും നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട്. ഈ പ്രോട്ടീനുകളുടെ ഒരു ശരിയായ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരത്തിന് പറ്റുന്നില്ല, ഭക്ഷണത്തിൽ കൂടെ അത് കിട്ടുന്നില്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൈക്രോ ന്യൂട്രിയന്റുകളുടെ അളവ് കുറയുക എന്ന് പറയുന്നത്. ഈ മൈക്രോ ന്യൂട്രിയന്റുകളുടെ അളവ് കുറയുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ ശരീരത്തിന് ദോഷം ചെയ്യും. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ അതിന് പറയുന്നത്, പൊതുവെ കോമൺ ആയിട്ട് പറയുന്നത് ഹിഡൻ ഹങ്കർ എന്നാണ്. ഈ വൈറ്റമിൻസും മിനറൽസും കുറയുമ്പോൾ ശരീരത്തിന്റെ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നും. ഈ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ എനർജി ഇംബാലൻസ് തീർച്ചയായിട്ടും നടക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും മൈക്രോ ന്യൂട്രിയന്റ് അല്ല. അവിടെ മൈക്രോ ന്യൂട്രിയന്റ് ഉള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് ശരീരം പറയുന്നതെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്നത് പലപ്പോഴും എനർജി ഫുഡ് തന്നെയായിരിക്കും. അപ്പൊ എനർജി ഇംബാലൻസ് നടക്കും. ഇത് ശരീരത്തിന്റെ നോർമൽ അല്ലെങ്കിൽ ഓപ്റ്റിമൽ ഫംഗ്ഷനെ ടോട്ടലി ബാധിക്കും. ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് കുറവായതുകൊണ്ടും അതുപോലെ തന്നെ വേണ്ടാത്ത ന്യൂട്രീഷൻ, കലോറി ഫുഡ് കൂടുതലായതുകൊണ്ടും ഈ ഒരു പ്രശ്നം സംഭവിക്കും. ഇവിടെയും നമുക്ക് പലതരത്തിലുള്ള ചോയ്സുകൾ ചെയ്തിട്ട്, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയിട്ടും അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻ മെത്തേഡുകളും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്, ഒരേ കലോറി ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴും അതിനകത്തുള്ള ന്യൂട്രീഷണൽ വേരിയേഷൻ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇവിടെ ഒരേ കലോറിയുള്ള 2 ഫുഡ് പ്ലേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ വയറ് നിറയാൻ മാത്രം ഉണ്ടെങ്കിൽ, മറ്റേ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഡോണട്ടും സ്നീക്കേഴ്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഡിന്നറോ അല്ലെങ്കിൽ ഒരു ലഞ്ചോ കഴിക്കാൻ പറ്റുന്ന അത്രയും വിശപ്പ് പിന്നെയും ബാക്കി ഉണ്ടാവും. അതേ സമയത്ത് ഈ റൈറ്റ് സൈഡിലുള്ള പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളത് തന്നെ നമുക്ക് ഒരുപക്ഷെ മുഴുവനും കഴിക്കാൻ പറ്റില്ല. ആ രീതിയിലേക്ക് നമ്മുടെ വയറ് നിറയും. എംറ്റി കലോറി എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് പിന്നെ വരുന്നത്. ഈ എംറ്റി കലോറി ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഉള്ള ഒരു നല്ല പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 400 കലോറി എണ്ണ മാത്രം എടുത്തപ്പോൾ നമ്മുടെ ആമാശയത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഒരുപക്ഷെ മേ ബി 2% 3% ആണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ, 400 കലോറി ചിക്കൻ കഴിക്കുന്ന സമയത്ത് അത് ഒരു 20% വരെയെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ അത് തന്നെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലേക്ക് മാറ്റുമ്പോൾ 400 കലോറി എന്ന് പറയുമ്പോൾ അതിൽ ആമാശയം നിറഞ്ഞ് ഇനി നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയിട്ടായിരിക്കും നമ്മൾ അവിടുന്ന് മാറുക, അല്ലെ? എംറ്റി കലോറിക്ക് പൊതുവേ നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഭക്ഷണത്തിനാണോ ന്യൂട്രീഷണൽ വാല്യൂ ഇല്ലാത്തത് അതിനെയാണ് പൊതുവെ എംറ്റി കലോറി എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു വേർഡ് കൂടുതലായിട്ട് ഇന്ത്യയിൽ പോപ്പുലർ ആയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊക്കോകോളയുടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെയും ഉപയോഗം വളരെ കൂടിയ സമയത്താണ്. കാരണം നമ്മൾ കഴിക്കുന്നതിന് ഒട്ടും കലോറിക്ക് 0 കലോറി, 0 യൂസബിൾ കലോറിന്നോ അല്ലെങ്കിൽ ഈവൻ 0 ന്യൂട്രീഷ്യസ് ബട്ട് സോ മച്ച് ഓഫ് കലോറിന്നോ ഉള്ള രീതിയിലേക്ക് അതിനെ മാറ്റി കൊണ്ടുവന്നു. ഈവൻ അത് വേണമെങ്കിൽ ഇങ്ങനെ കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ വയറ് പിന്നെയും എംറ്റി ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എംറ്റി കലോറിക്ക് അങ്ങനെ ഒരു പേര് കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അവസാനത്തെ ഒരു ന്യൂട്രീഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് പ്രോട്ടീനും അമിനോ ആസിഡ്സും ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് 4 കലോറി ഊർജം തരുന്നതിന്റെ ഒന്നിച്ച് തന്നെ ഒത്തിരി ഫങ്ഷൻസ്, ആക്ച്വലി നമ്മുടെ ബോഡി ഈ നേരത്തെ കാണിച്ച 3 പ്രധാനപ്പെട്ട ന്യൂട്രീഷനും മിക്സ് ചെയ്തിട്ട് ഈ പ്രോട്ടീൻ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ പലതരത്തിലുള്ള നിറങ്ങളും ഒക്കെ ആക്കി മാറ്റി എന്നെയും നിങ്ങളെയും വ്യത്യസ്തനാക്കി നിർത്തുന്നത് ഇതേ പ്രോട്ടീനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കും, മുടിയുടെ കളറും അല്ലെങ്കിൽ പല്ലിന്റെ കളറും ഒക്കെ എങ്ങനെ ഈ വ്യത്യാസം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആരും കളർ ചെയ്തിട്ടല്ലോ. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു ആർട്ടിഫിഷ്യൽ കളറിങ് ഏജന്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ കണ്ണിനകത്തുള്ള വെള്ളയും കറുപ്പും ഒക്കെ ഈ ഒരു രീതിയിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നു? അതേ സമയത്ത് നമുക്ക് മഞ്ഞപ്പിത്തം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് എന്തുകൊണ്ട് മഞ്ഞ നിറത്തിലേക്ക് മാറുന്നു? ഈ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ പ്രോട്ടീനിന് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇമ്മ്യൂൺ ഫങ്ഷൻസോ അല്ലെങ്കിൽ ഹോർമോൺ ഫങ്ഷൻസോ ഒന്നും പോരാതെ സ്ട്രക്ചറൽ ആയിട്ടും അതുപോലെ തന്നെ ഫങ്ഷണൽ ആയിട്ടും വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീനുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ശരീരം. അതിൽ പ്രധാനപ്പെട്ട കുറെ അമിനോ ആസിഡ്സ് എസെൻഷ്യൽ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി കഴിച്ചേ പറ്റൂ.
കണ്ടീഷണലി എസെൻഷ്യൽ എന്ന് പറയുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുള്ളൂ. കാരണം ആ സമയത്ത് ശരീരത്തിന് അവ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് അസുഖം വരുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്ട്രെസ് വളരെ കൂടുന്ന സമയത്തൊക്കെയാണ്, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന സമയത്തൊക്കെയാണ് ഇത് വളരെ കൂടുതലായിട്ട്. അതിനകത്തും വരുന്നുണ്ട് ഏകദേശം 7ഓളം പ്രോട്ടീൻ അമിനോ ആസിഡുകൾ. നോൺ എസെൻഷ്യൽ എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ശരീരത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് ബോധ്യമുള്ള 4 അമിനോ ആസിഡ്സ് വേറെയുണ്ട്. സോ ഇങ്ങനെയുള്ള 9, 7, 16, 4, 20 അമിനോ ആസിഡുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം. എന്നാൽ ഇതേ അമിനോ ആസിഡുകളുടെ വെറൈറ്റി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഫുഡ് സോഴ്സസ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ മീറ്റ് പ്രൊഡക്ട്സുമായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ സീരിയൽസും എല്ലാ സാധനത്തിലും, ഈവൻ നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ ഒക്കെ ഇതേ പ്രോട്ടീനുകൾ കൊണ്ടാണെങ്കിൽ, ഇതുപോലെ തന്നെയാണ് പ്ലാന്റ് സോഴ്സ് എന്നും ആനിമൽ സോഴ്സ് എന്നും ഒക്കെയുള്ള എല്ലാ സ്ട്രക്ചറിലും പലതരത്തിലുള്ള അമിനോ ആസിഡുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. അതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് സോഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആവും, അല്ലെങ്കിൽ ഈ എല്ലാ അമിനോ ആസിഡും നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡയറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇൻകംപ്ലീറ്റ് ഡയറ്റ് ആവുന്ന സമയത്ത് എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത്? പലതരത്തിലുള്ള അമിനോ ആസിഡുകളുടെ ഡെഫിഷ്യൻസി കാരണം ഈ അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പെപ്റ്റൈഡ് ഫോം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡുകൾ കോമ്പിനേഷൻ ചെയ്തിട്ട് അതൊരു പെപ്റ്റൈഡ് ഉണ്ടാക്കുകയും ഈ പെപ്റ്റൈഡ് പലതരത്തിലുള്ള പ്രോട്ടീനുകളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോട്ടീന്റെ നിർമ്മാണം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളിലും ഏതൊക്കെ അമിനോ ആസിഡ് ആണ് കുറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ആണ് കുറയുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇത് കാലക്രമേണ ഒരുപക്ഷെ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോഴെന്താണ്, കാലം തെറ്റി പെയ്യുന്ന മഴ പോലെയാണ് കാലം തെറ്റി നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന രോഗങ്ങളുടെ എണ്ണം, അല്ലെ? ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ കൂടുതൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും, നമ്മൾ കാണാൻ തുടങ്ങും. ഇതിനു വേണ്ടിയിട്ടുള്ള പല ട്രീറ്റ്മെന്റ് മെത്തേഡുകളിലേക്ക് നമ്മൾ പോവാണ് ചെയ്യുന്നത്. ഈവൻ പ്രോട്ടീനെ പറ്റി ഇതുകൂടി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അൺലെസ് അൺടിൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ കഴിക്കുന്നില്ലെങ്കിൽ, ഇതൊരു സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിസർച്ചിന് ആധാരമായിട്ട് അവര് പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീൻ ആവുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ പ്രോട്ടീന്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി വേണ്ടത്ര നന്നായിട്ടില്ലെങ്കിൽ, തീർച്ചയായും നമ്മുടെ ശരീരത്തിന് വീണ്ടും പ്രോട്ടീൻ വേണം എന്ന് തോന്നുകയും അതിനനുസരിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നുക, ഈ ഭക്ഷണം പലപ്പോഴും നമുക്ക് അമിതമായ കലോറി ഇൻടേക്കിലേക്കും പിന്നീട് ഓവർ വെയിറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പ്രശ്നങ്ങളിലേക്കോ എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രോട്ടീൻ ലെവറേജ് ഹൈപ്പോത്തസിസിൽ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഈ ഒരു നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് തോന്നുന്നതും അതിന്റെ ഹോർമോണൽ ലെവലിൽ എങ്ങനെയാണത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് ചർച്ചയിലേക്ക് കിടക്കാം. നമ്മുടെ ശരീരത്തിനകത്ത് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന 2 ഹോർമോണുകൾ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതിൽ ഒന്ന് ഗ്രലിൻ ആണ്. ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. എന്നാൽ ഈ വിശപ്പിന് അനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന വേറൊരു മെസ്സേജ് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ വഴിയാണ്. ഈ ഒരു ഹോർമോൺ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത്? പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും വേണ്ടത്ര കഴിച്ചിട്ടുണ്ട്, അവിടെ മതി എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് ഇത്. ഗ്രലിൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്തുള്ള പല സെല്ലുകളുമാണ്, ടിഷ്യൂകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ആഡിപ്പോസ് ടിഷ്യൂ എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ലെപ്റ്റിൻ റെസിസ്റ്റൻസും ഒക്കെ വളരെ വലിയ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിനെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്റ്റിനും ഗ്രലിനും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുക. ഈ ഫങ്ഷനിങ് എങ്ങനെ നന്നാക്കാം? നേരത്തെ പറഞ്ഞ ആഡഡ് ഷുഗറും അതുപോലെ തന്നെ സോളിഡ് ഫാറ്റും ഒക്കെ അളവ് കുറക്കുക, ഹിഡൻ ഷുഗറും ഹിഡൻ ഫാറ്റും ഒക്കെ അളവ് കുറക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കോൺഷ്യസ് ചോയ്സസ് എപ്പോഴും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഈ കോൺഷ്യസ് ചോയ്സസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഉള്ളത്, അല്ലെ? അതിനെന്താ ചെയ്യാൻ പറ്റുക? പലതും നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ പലതും നമുക്ക് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത്, ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത മേ ബി 1-2 മാസം മാത്രമേ നിങ്ങൾ ഒരു പ്രാവശ്യം അവിടെ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടി വരുള്ളൂ. പിന്നെ അത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമാവും. അങ്ങനെ ആ ഒരു ശീലം നമ്മളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ഈറ്റിംഗ് ഹാബിറ്റ്സ് പല രീതിയിൽ നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, അല്ലെ? കലോറി വളരെ കൂടുതലാണ് കൺസ്യൂം ചെയ്യുന്നത്, എന്നാൽ നമ്മുടെ കലോറി ഔട്ട്പുട്ട് അല്ലെങ്കിൽ എനർജി എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്.
അതുപോലെ തന്നെ ഒമേഗ 6 ഫാറ്റി ആസിഡിന്റെ അളവും ട്രാൻസ് ഫാറ്റി ആസിഡിന്റെ അളവും വളരെ കൂടുതലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രാൻസ് ഫാറ്റി ആസിഡ്സിന്റെ ടോട്ടൽ 2023 ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് തന്നെ അതിന്റെ അളവ് 2% മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് FSSAയും ഗവൺമെന്റും അതിന്റെ നിയമപ്രകാരം തന്നെ ഒരു നടപടി തുടങ്ങിയിട്ടുണ്ട്. ഈവൻ 2025 കൂടിയിട്ട് ഇന്ത്യയിൽ ട്രാൻസ് ഫാറ്റിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തണം എന്നാണ്. എന്നാൽ പോലും ഈ ട്രാൻസ് ഫാറ്റ് മറ്റാരും അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലെ വേയിൽ ചേർത്തില്ലെങ്കിലും നമ്മുടെ ഹൈഡ്രോജനേഷൻ പ്രോസസ്സ് ഈവൻ നമ്മുടെ കുക്കിങ്ങിൽ നടക്കണ്ടാവും. അപ്പോൾ അങ്ങനെയും അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ട്രാൻസ് ഫാറ്റ് ആയിട്ട് കയറാം. എനിവേ ഒമേഗ 3യുടെ അളവ് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഒമേഗ 3 സപ്ലിമെന്റേഷൻ തീർച്ചയായിട്ടും വളരെ കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും. നാച്ചുറൽ ഗുഡ് സോഴ്സ് എന്നെടുത്ത ഒമേഗ 3 സപ്ലിമെന്റേഷൻ ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ സിറിയൽ ഗ്രെയിൻസ്, നോർമലി നമ്മുടെ ഉപയോഗം എന്താണ്? അരിയാണെങ്കിൽ അരി മാത്രം, അല്ലെങ്കിൽ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് മാത്രം, ചോളമാണെങ്കിൽ ചോളം മാത്രം, അങ്ങനെ ഒരു പെർട്ടിക്കുലർ രീതിയിലേക്ക് മാത്രം പോകാതെ ഈവൻ മില്ലറ്റുകളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള കോമ്പിനേഷൻസോ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണം വെറൈറ്റി ആക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞു. ഫുഡ് ഓർഡറിനൊക്കെ പറ്റി പറയാനുണ്ട്. പക്ഷെ ആ ഫുഡ് ഓർഡർ ഒക്കെ നമുക്ക് കറക്റ്റായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമ്മുടെ ശരീരത്തിന് അത് ബെനിഫിഷ്യൽ ആണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെയും ഫൈബറിന്റെയും അളവ് വളരെ കുറഞ്ഞിട്ട് നമ്മളിപ്പോൾ റീഫൈനിങ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ ഒരു പുട്ടുപൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഉരലിൽ തന്നെ പൊടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാ മാർക്കറ്റിൽ നിന്ന് ഈവൻ സ്റ്റീം ചെയ്തിട്ട് പോലും അല്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് വറുത്ത പുട്ടുപൊടിയൊക്കെ വാങ്ങുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ പുട്ട് തന്നെ റെഡിമെയ്ഡ്, സാരി പോലെ പുട്ട് തന്നെ റെഡിമെയ്ഡ് വാങ്ങിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എനിവേ പ്ലാന്റ് പ്രോട്ടീൻ അളവ് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ആന്റി ഓക്സിഡൻസും ഫൈറ്റോ ന്യൂട്രിയൻസും. ഇത്തരം ഈറ്റിംഗ് ഹാബിറ്റുകൾ ഇന്നുള്ള നമ്മുടെ ജീവിത കണ്ടീഷൻസിലേക്ക്, അവസ്ഥകളിലേക്ക് എത്തിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ എങ്ങനെ നമുക്ക് മാറാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറണം എന്നുള്ളത് നമ്മുടെ ആവശ്യമായിട്ട് വരണം എന്നാണ് ഒന്നാമത്തെ. നമ്മുടെ വീട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ വീട് എന്ത് രീതിയിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക? ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് വേണം, അല്ലെ? ബെസ്റ്റ് കോൺട്രാക്ടർ മാത്രമല്ല, പിന്നെന്ത് വേണം? ബെസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ഐറ്റംസും വേണം. നല്ല കമ്പി, നല്ല സിമെന്റ് എല്ലാം നമ്മൾ നോക്കും. വില മാത്രമല്ല അവിടെ നോക്കുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ന്യൂട്രീഷൻ പാർട്ട്, നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനുള്ള ന്യൂട്രീഷൻ പാർട്ട് നോക്കുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പല റീസൺസ് ഉണ്ടാവും കേട്ടോ. ഇൻഡിവിജ്വൽ ചോയ്സസ് പലതും ഉണ്ടാവാം. പക്ഷെ ആ ഇൻഡിവിജ്വൽ ചോയ്സസ് നമ്മൾ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചോയ്സസിന്റെ ന്യൂട്രീഷണൽ ആസ്പെക്ട് വെച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഹെൽത്ത് ചലഞ്ചസ് കുറക്കാൻ പറ്റും. സോ ക്വാളിറ്റി മെറ്റീരിയൽസ് എന്തായാലും നമ്മുടെ ശരീരത്തിനും ഡ്യൂറബിലിറ്റി കൊടുക്കും, സ്ട്രെങ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഡിഫെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഫ്രീക്വന്റ് ആയിട്ട് റിപ്പയർ ആവശ്യം ഉണ്ടാവില്ല. ആൻഡ് ആ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.